Good morning. നമ്മൾ ഇന്ന് റൂട്ട് ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിലെ റേഷ്യോ ടെസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂട്ട് ടെസ്റ്റിനെ കുറിച്ചാണ്. റൂട്ട് ടെസ്റ്റ് നമ്മളെ റേഷ്യോ ടെസ്റ്റ് പോലെ തന്നെയാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീരീസ് സിഗ്മ എ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ റേസ് ടു 1/n. അതായത് എ എനിൽ സപ്പോസ് എ എൻ ഇപ്പോൾ ഇങ്ങനെയാന്ന് വിചാരിക്കുക, സിഗ്മ 2^n/n², അല്ലെങ്കിൽ സിഗ്മ 1/n⁻n. ഇതിനൊക്കെ ഒരു പവർ ഉണ്ട്, ഇങ്ങനെ പവറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ റൂട്ട് ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ റേസ് ടു 1/n കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് കിട്ടും. ചിലപ്പോൾ ഇൻഫിനിറ്റി ആയിരിക്കും, ചിലപ്പം ഒരു ഫൈനൈറ്റ് ലിമിറ്റ് ആയിരിക്കും. ഇങ്ങനെ L കിട്ടിക്കഴിഞ്ഞാൽ L <1 ആണെങ്കിൽ നമ്മുടെ സീരീസ് കൺവെർജ് ചെയ്യും. നമ്മുടെ സിഗ്മ എ എൻ കൺവെർജസ്. L <1 ആണെങ്കിൽ, അല്ലെങ്കിൽ <1 തന്നെയാണ് L =∞. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സിഗ്മ എ എൻ ഡൈവേർജ് ചെയ്യും. പിന്നെ മറ്റേ റേഷ്യോ ടെസ്റ്റിൽ വന്ന പോലെ L =1 ആണെങ്കിൽ ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ് ആയിരിക്കും. നമുക്ക് ഈ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. സോ ഇതാണ് റൂട്ട് ടെസ്റ്റ്. സോ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇത് തന്നെ ട്രൈ ചെയ്യാം. സിഗ്മ 1/n⁻n. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ റേസ് ടു 1/n എടുക്കണം. This is equal to limit n tends to infinity. Mode n എന്താണ്? 1/n⁻n. So 1/n⁻n whole raised to 1/n കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് raised to 1/n എന്ന് പറയുമ്പോൾ ഈ പവറിനെ 1/n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n⁻n into 1/n. ഈ എന്നും എന്നും ക്യാൻസൽ ആവും. സോ ബാക്കി എന്തുണ്ടാവും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n. 1/∞ 0 എങ്ങനെയാണ്? <1 ആണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന സിഗ്മ എൻ എന്തായിരിക്കും? സിഗ്മ എൻ കൺവെർജസ് ആയിരിക്കും. ക്ലിയർ ആണോ? അടുത്തത് സിഗ്മ 2^n/n². ഇതുപോലെ തന്നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് എ എൻ. മോഡ് എ എൻ ഇവിടെ എന്താ? 2^n/n². 2^n/n² റേസ് ടു 1/n. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ എന്താക്കണം? 2^n-നെ 1/n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡഡ് ബൈ താഴെയോ n-നെ 2 into 1/n. 2 into 1/n. That is equal to limit n tends to infinity. n-ഉം n-ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2^1 2. ഇവിടെയോ n^2/n. അതിനെ നമുക്ക് n^1/n whole raised to 2 എന്ന് എഴുതാം. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത നമ്മളെ സീക്വൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു റിസൾട്ടാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n^1/n. ഇത് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾ മറിച്ച് നോക്കിയാൽ മതി, കാണാം. സീക്വൻസിന്റെ ടൈമിൽ ചെയ്തതാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n^1/n = 1 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n^1/n = 1. സോ അതിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു 2/n^1/n-ന്റെ ലിമിറ്റ് 1 ആണ്. സോ 1² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആൻസർ കിട്ടും. 2 എങ്ങനെയാണ്? 2 > 1 ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? സിഗ്മ എ എൻ ഡൈവർജസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സിഗ്മ n^n²/n+1^n². ഇവിടെ റൂട്ട് ടെസ്റ്റോ റേഷ്യോ ടെസ്റ്റോ ഏതാണ് അപ്ലൈ ചെയ്യാന്നുള്ള സംശയം വരും. ഇവിടെ നോക്കിയാൽ മതി, പവറുകൾ വരികയാണെങ്കിൽ റൂട്ട് ടെസ്റ്റ് ആണ് എളുപ്പം.
പവർ അല്ലാത്ത രീതിയിൽ വരികയാണെങ്കിൽ റേഷ്യോ ടെസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. സോ ഇത് ഈ സീരീസ് പിന്നെ നമ്മൾ എല്ലാ സംഭവവും നോക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി പഠിച്ച എല്ലാ ടെസ്റ്റുകളും നോക്കണം. ഓൾട്ടർനേറ്റിംഗ് ടെസ്റ്റ് നോക്കണം. അപ്പോൾ ഇത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് അല്ല. പിന്നെ nth ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് നോക്കാം, അതും ഇവിടെ അപ്ലിക്കബിൾ അല്ല. പിന്നെ കമ്പാരിസൺ ടെസ്റ്റ്, ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഫെയിൽ ആകുമ്പോഴാണ് നമ്മൾ റേഷ്യോ ടെസ്റ്റിലേക്കും റൂട്ട് ടെസ്റ്റിലേക്കും എത്തുന്നത്. അപ്പം നമ്മൾ ഈ പഠിച്ച എല്ലാം ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഓരോന്ന് പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പവറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എളുപ്പം റൂട്ട് ടെസ്റ്റ് ആണ്. സോ ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റ് n tends to infinity n raised to n square by n plus 1 raised to n square raised to 1 by n. This is equal to limit n tends to infinity. ഇതെന്ത് വരും? n raised to n square അതിനെ 1 by n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, divided by n plus 1 raised to n square, n square നെ 1 by n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. This is equal to limit n tends to infinity. ഇവിടെ n square ഉണ്ട്, താഴെ n ഉണ്ട്. അപ്പോൾ ഒരു n കട്ട് ചെയ്തു. അപ്പോൾ എന്ത് വരും? n raised to n എന്ന് വരും, ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? n plus 1 raised to ഒരു n കട്ട് ചെയ്യും, അപ്പോൾ ബാക്കി ഒരു n ഉണ്ടാകും. This is equal to limit n tends to infinity n raised to n by താഴെ n പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്താൽ n raised to n പുറത്തേക്ക് വരും, ഇൻറ്റു 1 പ്ലസ് 1 എന്ന് n പുറത്തെടുത്താൽ 1 by n raised to n. n raised to n ഉം n raised to n ഉം കട്ട് ചെയ്തു. ഇപ്പം ലിമിറ്റ് n tends to infinity 1 by 1 plus 1 by n whole raised to n വരും. നമ്മൾ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ലിമിറ്റ് n tends to infinity 1 plus 1 by n raised to n equal to e ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ 1 plus 1 by ഇവിടുത്തെ നമ്പർ തന്നെ ആയിരിക്കണം ഇവിടെ, അപ്പോഴാണ് അത് e ആകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് താഴെയുള്ളത് എന്താണ്? e ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by e. ഇന്റെ വാല്യൂ 2.718 അപ്രോക്സിമേറ്റ്ലി ആണ്. സോ 1 by 1നെ 2 something കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആണ് വരിക, ദാറ്റ് ഈസ് ലെസ് ദാൻ 1. ദെർഫോർ സിഗ്മ an കൺവെർജസ്. ഇതുപോലെ നോട്ട് എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സിഗ്മ റൂട്ട് n മൈനസ് 1 ഹോൾ റേസ് ടു n. ഇവിടെ റൂട്ടിൻ്റെ ഇവിടെയാണ് n. അതിൻ്റെ മീനിങ് എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ n റേസ് ടു 1 by n. ഇത് nth റൂട്ട് ഓഫ് n എന്നാണ് ഇതിൻ്റെ മീനിങ്. സോ n റേസ് ടു 1 by n മൈനസ് 1 ഹോൾ റേസ് ടു n. ഇവിടെ ഇതുപോലെ പവർ വരുന്നുണ്ട്, n എന്നുള്ള പവർ വരുന്നുണ്ട്. പവർ വന്നാൽ നമുക്ക് റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ലിമിറ്റ് n tends to infinity മോഡ് an. മോഡ് an ഇവിടെ എന്താ? n raised to 1 by n മൈനസ് 1 raised to n ഹോൾ raised to 1 by n. അപ്പോൾ ഈ n ഉം 1 by n ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity n raised to 1 by n minus 1. ബട്ട് ലിമിറ്റ് n tends to infinity n raised to 1 by n നമ്മൾ നേരത്തെ പറഞ്ഞു അത് 1 ആണ് എന്ന്. സോ 1 മൈനസ് 1 ഈക്വൽ ടു 0 ലെസ് ദാൻ 1. അപ്പോൾ എന്ത് കൺക്ലൂഷനായി? ദെർഫോർ സിഗ്മ an കൺവെർജസ്. സോ ഇതാണ്, ഇങ്ങനെയാണ് റൂട്ട് ടെസ്റ്റിലുള്ള പ്രോബ്ലംസ് ചെയ്യുക. ഇനി ഒരു ക്വസ്റ്റ്യൻ എഴുതാം. സിഗ്മ n equal to 1 to infinity minus 1 whole raised to n minus 1 n square plus 1 by 2 raised to n. ഈ ഒരു ക്വസ്റ്റ്യൻ
ഇത് ശരിക്കും ഒരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് വെച്ചിട്ട് കൺവേർജ് ചെയ്യുമോയെന്ന് നോക്കണം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ഇത് കണ്ടീഷണലി കൺവെർജന്റ് ആണോ, അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ, അതോ ഡൈവർജന്റ് ആണോ, ഇതാണ് ചോദ്യം. ഈ തന്നിരിക്കുന്ന സീരീസ് കണ്ടീഷണലി കൺവെർജന്റ് ആണോ, അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണോ, അതോ ഡൈവർജന്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം കണ്ടീഷണലി കൺവെർജന്റ് അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി കൺവെർജന്റ് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, സിഗ്മ മോഡ് എ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് അല്ല, കാരണം ഇതിന്റെ സിഗ്മ മോഡ് എ എന്ന് എടുത്താൽ ഈ -1 ഹോൾ റേസ് ടു n-1 എന്നുള്ളത് മാറും. സിഗ്മ മോഡ് എ എന്ന് വെച്ചാൽ ഇതാണ് n² + 1/2n. സോ ഇതിപ്പോൾ ഓൾട്ടർനേറ്റിംഗ് സീരീസ് അല്ല. സോ ഇതിന്റെ കൺവെർജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, n² + 1/2n. ഈ ഒരു മോഡലിലുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം റേഷ്യോ ടെസ്റ്റ് ആണ്. റേഷ്യോ ടെസ്റ്റ് എന്തായിരുന്നു പറയുന്നത്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an + 1/an. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ an. അതിൻ്റെ an + 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n കാണുന്നിടത്തിൽ n + 1 ആക്കുക. ഇപ്പം എന്ത് വരും, n + 1 ദി ഹോൾ സ്ക്വയർ + 1/2n + 1. ഇനി an കൊണ്ട് ഡിവൈഡ് ചെയ്യണം. an ഇതാണ് an കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് മീനിങ്. സോ ഇതിന്റെ റെസിപ്രോക്കൽ വരുന്നത് 2n/n² + 1. ഇവിടെ 2n കട്ട് ചെയ്താൽ ഇവിടെ ഒരു 2 വരും. ഇനി ഇവിടെ n² + 1 ഉണ്ട്, ഇവിടെ n + 1 ഹോൾ സ്ക്വയർ + 1 ഉണ്ട്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും, n² + 2n + 1 + 1. 2 1 ആവുമ്പം 2 ആയി. ഡിവൈഡഡ് ബൈ n² + 1. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മുകളിലും ഒരു പോളിനോമിയൽ, താഴെയും ഒരു പോളിനോമിയൽ. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് n ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പം 1/n 1/n² ഒക്കെ വന്നാൽ നമുക്ക് അതിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലത്തേലിന് n² പുറത്തേക്ക് എടുക്കുക, താഴത്തേലിന് n² പുറത്തേക്ക് എടുക്കുക. ഇപ്പം എന്ത് വരും, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n² പുറത്തേക്ക് എടുത്തു. അപ്പം ബാക്കി എന്ത് വരും, 1 + 2n/n² എന്ന് പറഞ്ഞാൽ 2/n + 2/n² ഡിവൈഡഡ് ബൈ താഴത്തേൽ നിന്ന് n² പുറത്തെടുത്താൽ 1 + 1/n². n² n² ക്യാൻസൽ ചെയ്തു. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 2/∞ 0ലേക്ക് പോയി, 2/n² 0ലേക്ക് പോയി, 1/n² 0ലേക്ക് പോയി. അപ്പം ബാക്കി എന്ത് വരും, 1 + 0 ഡിവൈഡഡ് ബൈ 1 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതിൽ ടെസ്റ്റ് എന്തായിപ്പോയി, ഇവിടെ എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. ഒരു 2 ഇല്ലായിരുന്നു ഇവിടെ. ഇവിടെ ഒരു 2 ഇടാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ 2n + 1 2n കട്ട് ചെയ്തപ്പോൾ ഇവിടെ 2 ഉണ്ട്, ഒരു 1/2 അപ്പം വരും. ഇവിടെയും 1/2 വരും, അപ്പോൾ ഇവിടെയും 1/2 വരും. സോ ആൻസർ 1/2. 1/2 < 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സിഗ്മ an കൺവെർജസ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? സിഗ്മ മോഡ് an കൺവെർജസ്. സിഗ്മ മോഡ് an കൺവെർജൻസ് ആണെങ്കിൽ സിഗ്മ an കൺവെർജസ് അബ്സല്യൂട്ട്ലി എന്ന് പറയാം. അബ്സല്യൂട്ട്ലി സിഗ്മ an കൺവെർജസ് അബ്സല്യൂട്ട്ലി ആണെങ്കിൽ നമുക്കൊരു തിയറം ഉണ്ട്, സിഗ്മ an കൺവെർജസ്. അപ്പോൾ ഇവിടെ സിഗ്മ മോഡ് an കൺവെർജസ്, സിഗ്മ an കൺവെർജസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സിഗ്മ -1 ഹോൾ റേസ് ടു n n ഫാക്ടോറിയൽ ബൈ 3 റേസ് ടു n. ഈ n ഫാക്ടോറിയൽ ഒക്കെ വരികയാണെങ്കിൽ
അവിടെ റേഷ്യോ ടെസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. സോ ഇവിടെ ഇതിൻ്റെ അബ്സല്യൂട്ട് കൺവെർജൻസും കണ്ടീഷണൽ കൺവെർജൻസും ഡൈവർജൻസും ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സിഗ്മ മോഡ് AN കാണുക. ഇത് മോഡ് AN ആകുമ്പോൾ എന്താവും, ഈ -1 ഹോൾ റേസ് ടു n അങ്ങ് പോകും. സോ ദിസ് ഈസ് സിഗ്മ n ഫാക്ടോറിയൽ ബൈ 3 n എന്ന് വരും. ഇവിടെ നമ്മൾ റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN + 1. ഇതാണ് നമ്മളെ AN + 1 കിട്ടണമെന്നുണ്ടെങ്കിൽ n-ന് n+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ n+1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3n+1. ബൈ AN എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 3n ബൈ n ഫാക്ടോറിയൽ. 3n ഉം 3n ഉം കട്ട് ചെയ്തു. n+1 ഫാക്ടോറിയലിന് എങ്ങനെ എഴുതാം, n+1 ഇൻറ്റു n ഫാക്ടോറിയൽ. അതിൽ n ഫാക്ടോറിയൽ കട്ട് ചെയ്തു. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n+1 ബൈ 3 എന്ന് വരും. ഇവിടെ n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, താഴെ 3 ആണ്. അപ്പം ഇത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം ഇത് ഇൻഫിനിറ്റി ആകും. സോ എന്ത് പറയാം, സീരീസ് സമ്മേഷൻ AN ഡൈവേർജസ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സിഗ്മ n⁻n ബൈ n ഫാക്ടോറിയൽ. ഇവിടെയും n ഫാക്ടോറിയൽ വരുന്നുണ്ട്. n ഫാക്ടോറിയൽ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺവെർജൻസ് ഡിസ്കസ് ചെയ്യാനാണ്. സോ ഇവിടെ ഏറ്റവും എളുപ്പം റേഷ്യോ ടെസ്റ്റ് ആണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n+1 ഹോൾ റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 ഫാക്ടോറിയൽ ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. n ഫാക്ടോറിയൽ ബൈ n⁻n. ഇത് കട്ട് ചെയ്താൽ n+1 കിട്ടും. സോ ഒരു n+1 ഇവിടുന്ന് കട്ട് ചെയ്യുക. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n+1 ഹോൾ റേസ് ടു n ബൈ n⁻n കിട്ടും. ഇവിടുന്ന് n പുറത്തേക്ക് എടുക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n⁻n ഇൻറ്റു 1 + 1 ബൈ n ഹോൾ റേസ് ടു n ബൈ n⁻n. ഇതും കട്ട് ചെയ്തു. ഇവിടെയും n ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്, e ആണ്. e 2.718, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ ദ അബോവ് സീരീസ് ഈസ് ഡൈവർജൻ്റ് എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സിഗ്മ n³ + 1 ബൈ 2n + 1. ഇതും ഇതുപോലെ തന്നെ n³ + 1 ബൈ ഇങ്ങനെ +1 ഒക്കെ ഇട്ടിട്ട് വരികയാണെങ്കിൽ അവിടെയും റേഷ്യോ ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി AN+1 എന്ന് പറയുമ്പോൾ n-ന് n+1 കൊടുത്താൽ n+1 ഹോൾ ക്യൂബ് +1 ബൈ ഇവിടെ n-ന് n+1 കൊടുക്കുക 2n+1 +1 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 2n+1 ബൈ n³ +1 ഇങ്ങനെ കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് എന്ത് ചെയ്യുക, n³ പുറത്തേക്ക് എടുക്കുക. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n³ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് 1 + 1 ബൈ n n³ ആണ് പുറത്തേക്ക് എടുക്കുന്നത്. സോ 1 + 1 ബൈ n റേസ് ടു 3 പ്ലസ് ഇവിടുന്നും n³ പുറത്തെടുത്താൽ 1 ബൈ n³ ഇങ്ങനെ വരും ബ്രാക്കറ്റ് ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും 2n+1 +1 എടുത്താൽ 2n പുറത്തേക്ക് എടുക്കുക. സോ 2n പുറത്തേക്ക് എടുത്താൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ +1 ബൈ 2n ഉണ്ട് ഇൻറ്റു ഇവിടുന്ന് 2n പുറത്തെടുക്കുക 2n ഇൻറ്റു 1 + 1 ബൈ 2n ബൈ ഇവിടുന്ന് n³ പുറത്തേക്ക് എടുക്കുക. സോ n³ ഇൻറ്റു 1 + 1 ബൈ n³ ഇങ്ങനെ വരും. n³ ഉം n³ വെട്ടി
2 raised to n ഉം 2 raised to n ഉം വെട്ടി. ഇനി n-നെ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുക. n-നെ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്താൽ 1/n 0യിലേക്ക് പോകും. സോ ഇത് 1 പ്ലസ് 0 പ്ലസ് 1/n ക്യൂബ് 0യിലേക്ക് പോകും. സോ 0 ഇൻറ്റു ഇവിടെ 1 പ്ലസ് 1/2 raised to ഇൻഫിനിറ്റി ഇൻഫിനിറ്റി 1/infinity 0. ഇത് 0യിലേക്ക് പോകും. ഡിവൈഡഡ് ബൈ താഴെ 2 പ്ലസ് ഇത് 0യിലേക്ക് പോകും. 2 പ്ലസ് 0 ഇൻറ്റു ഇത് 0യിലേക്ക് പോകും. സോ 1 പ്ലസ് 0. അപ്പം 1 ബൈ താഴെ 2 വരും. സോ 1/2. അത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് സിഗ്മ an കൺവെർജസ് അബ്സല്യൂട്ട്ലി എന്ന് കിട്ടും. അതുകൊണ്ട് സിഗ്മ an കൺവെർജസ് എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. അടുത്തത് പവർ സീരീസ് ആണ്. പവർ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 1/1 - x ഇതിൻ്റെ എക്സ്പാൻഷൻ ആണ് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു n പ്ലസ് എക്സെട്ര. ഇത് ഒരു പവർ സീരീസ് ആണ്. അതായത് എക്സിൻ്റെ പവർ, എക്സിൻ്റെ ഫസ്റ്റ് പവർ, സെക്കൻഡ് പവർ, തേർഡ് പവർ ഇങ്ങനെ പോകുന്നത്. അതായത് ജനറലി പറയുകയാണെങ്കിൽ എക്സിലുള്ള ഒരു പവർ സീരീസ് വെച്ചിട്ടുണ്ടെങ്കിൽ a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an x റേസ് ടു n പ്ലസ് എക്സെട്ര. ഈ രീതിയിലുള്ള, അതായത് ഫസ്റ്റിൽ കോൺസ്റ്റന്റ്, പിന്നെ എക്സ്, പിന്നെ എക്സ് സ്ക്വയർ, എക്സ് റേസ് ടു n, അതിനൊരു കോഎഫിഷ്യൻസ് ഉണ്ടാകും. ഇതിനെയാണ് പവർ സീരീസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ചാൽ എങ്ങനെ എഴുതാം? സിഗ്മ an x റേസ് ടു n n = 0 to ഇൻഫിനിറ്റി. ഇതിനെയാണ് ഒരു പവർ സീരീസ് എന്ന് പറയുന്നത്, പവർ സീരീസ് ഇൻ എക്സ് എന്ന് പറയുന്നത്. മോർ ജനറലി നമുക്ക് മറ്റൊരു സീരീസ് കാണാം. a0 പ്ലസ് a1 ഇൻറ്റു എക്സ് മൈനസ് സി പ്ലസ് a2 ഇൻറ്റു എക്സ് മൈനസ് സി ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an ഇൻറ്റു എക്സ് മൈനസ് സി ഹോൾ റേസ് ടു n പ്ലസ് എക്സെട്ര. അതായത് നേരത്തെ ടേംസിലൊക്കെ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് റേസ് ടു n ആയിരുന്നു. അത് ആക്ച്വലി എക്സ് മൈനസ് 0 ആയിരുന്നു. ഇവിടെ അതിന് പകരം എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ, എക്സ് മൈനസ് സി ഹോൾ റേസ് ടു n. അതായത് ഇതിനെ ഇങ്ങനെ എഴുതുക: സിഗ്മ n = 0 to ഇൻഫിനിറ്റി an ഇൻറ്റു എക്സ് മൈനസ് സി ഹോൾ റേസ് ടു n ഇസ് ഈക്വൽ ടു. ഈ ഫോമിലുള്ള സീരീസിനെ പറയുന്ന പേരാണ് എ പവർ സീരീസ് സെൻറ്റേഡ് അറ്റ് സി. എ പവർ സീരീസ് സെൻറ്റേഡ് അറ്റ് സി, അല്ലെങ്കിൽ എ പവർ സീരീസ് എബൌട്ട് സി എന്നും പറയും. പവർ സീരീസ് എബൌട്ട് സി എന്നും പറയും. ഇത് പവർ സീരീസ് എബൌട്ട് ഒറിജിൻ ആണ്. ഇത് പവർ സീരീസ് എബൌട്ട് സി ആണ്. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഇൻഫിനിറ്റ് സീരീസിലെ ഒരു സ്പെഷ്യൽ കേസാണ് ഈ പവർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ് സീരീസിന്റെ കൺവെർജൻസ് ഡിസ്കസ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? പവർ സീരീസിനെയും കൺവെർജൻസ് ഡിസ്കസ് ചെയ്യാം. ഈ പവർ സീരീസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഈ ഒരു പവർ സീരീസ് കൺവേർജ് ചെയ്യുക എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിൽ മാത്രം കൺവേർജ് ചെയ്യും. കൺവേർജസ് ഓൺലി അറ്റ് എക്സ് ഈക്വൽ ടു സി. അല്ലെങ്കിൽ ഉള്ള ഫോർ എവ്രി എക്സ് സീരീസ് കൺവേർജ് ചെയ്യാം. മൂന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ ആർ സച്ച് ദാറ്റ് ദി സീരീസ് കൺവെർജസ് ഫോർ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ആർ ആൻഡ് മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ആർ ആകുന്ന എക്സുകൾക്കൊക്കെ കൺവേർജ് ചെയ്യും. മോഡ് എക്സ് മൈനസ് സി ഗ്രേറ്റർ ദാൻ ആർ ആകുന്ന എല്ലാ പോയിന്റിലും ഡൈവേർജ് ചെയ്യും. അതായത് ഇതിന്റെ മീനിങ് എന്താ? മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ആർ കൺവെർജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെന്ത് ചെയ്യാം? മൈനസ് ആർ ലെസ് ദാൻ എക്സ് മൈനസ് സി ലെസ് ദാൻ ആർ എന്ന് എഴുതാം. അപ്പോൾ ഈ സി കൊണ്ട് ത്രൂ ഔട്ട് ആഡ് ചെയ്താൽ സി മൈനസ് ആർ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി പ്ലസ് ആർ. ഇതെന്താ ആക്ച്വലി? ഇത് ആക്ച്വലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ റിയൽ ലൈനിൽ സി മാർക്ക് ചെയ്യാം. സി മാർക്ക് ചെയ്താൽ സിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് പോന്നാൽ അത് സി മൈനസ് ആർ ആവും.
ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ആർ ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് പോകുന്നത് സി പ്ലസ് ആർ ആവും. അപ്പം എക്സിന്റെ വാല്യൂ സി മൈനസ് ആറിന്റെയും സി പ്ലസ് ആറിന്റെയും ഇടയ്ക്കാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റർവെല്ലിലുള്ള പോയിന്റ്സ് ആണ്. അപ്പം നമ്മളെ പവർ സീരീസ് എബൌട്ട് എക്സ് ഈക്വൽ ടു സി ഒന്നുകിൽ ഈ സിയിൽ മാത്രം കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവെല്ല് സി മൈനസ് ആർ സി പ്ലസ് ആർ എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ മൊത്തം കൺവേർജ് ചെയ്യും, പുറത്തൊക്കെ ഡൈവേർജ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ റിയൽ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ കൺവേർജ് ചെയ്യും. ഇതാണ് പവർ സീരീസിന്റെ പ്രത്യേകത. ഒന്നുകൂടി പറയാം, പവർ സീരീസ് ഒന്നുകിൽ സിയിൽ മാത്രം കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ സി മൈനസ് ആർ സി പ്ലസ് ആർ എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിൽ കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ ഫോർ എവ്രി എക്സ് ഏത് റിയൽ നമ്പർ എടുത്താലും അവിടെ കൺവേർജ് ചെയ്യും. എക്സ് ഏത് റിയൽ നമ്പർ ആണെങ്കിലും അതിൽ കൺവേർജ് ചെയ്യും. ഇവിടെ സിയിൽ മാത്രം കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആറ് 0 ആയിരിക്കും. ഇതാണെങ്കിൽ ഈ ഇന്റർവെല്ലിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ആർ എന്ന് പറയുന്നത്. എല്ലാം ഫോർ ഓൾ എക്സിനാണെങ്കിൽ ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കും. ഈ ആറിനെ പറയുന്ന പേര് റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ദി പവർ സീരീസ്. റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓഫ് ദി പവർ സീരീസ് എന്ന് പറയും. ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ അല്ല, സിയിൽ മാത്രം കൺവേർജ് ചെയ്യുകയാണെങ്കിൽ റേഡിയസ് ഓഫ് കൺവെർജൻസ് 0 ആയിരിക്കും. എല്ലാ എക്സിലും കൺവേർജ് ചെയ്യുമെങ്കിൽ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ അവിടെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഈ ആർ ആയിരിക്കും. സോ ഇതാണ് പവർ സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിലത്തെ പ്രോബ്ലം ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.